അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹീഹായ കിതാബ് ഇമാം ബുഖാരിയുടെ കിതാബാണ് എന്നാണ്. അള്ളാഹുവിന്റെ കിതാബ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹീഹ് അസഹു കുതുബിൻ ബഅദ കിതാബില്ല. അള്ളാഹുവിന്റെ കിതാബിന് ശേഷം ഏറ്റവും സഹീഹായ കിതാബ് ഏത് എന്ന ചോദ്യത്തിന് 12 നൂറ്റാണ്ടുകാലം മുസ്ലിം ലോകം പറഞ്ഞ മറുപടിയാണ് സഹീഹുൽ ബുഖാരി എന്നത്. ഒരു ഹദീസിൽ മുത്തഫഖുൻ അലൈഹി ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു എന്ന് പ്രയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ചോദ്യമില്ലാതെ, പിന്നെ ആലോചിക്കാതെ അത് നബി തങ്ങൾ പറഞ്ഞത് തന്നെയാണ് എന്ന് 100% ബോധ്യപ്പെട്ട് അംഗീകരിച്ചു പോന്ന രീതിയാണ് അഹ്ലുസുന്നക്ക് എല്ലാ കാലത്തും ഉള്ളത്. ഒരു ഹദീസിനെ ഇമാം ബുഖാരി ഉദ്ധരിച്ചാൽ, ഇമാം മുസ്ലിം ഉദ്ധരിച്ചാൽ ഫഖദ് ജാവസൽ ഖന്തറ, അത് പാലം കടന്നു കഴിഞ്ഞു, ഇനി അതേപ്പറ്റി ആക്ഷേപിക്കാനില്ല, ഇനി പരിശോധിക്കാനില്ല, ഒരു പരിശോധന ആവശ്യമില്ല, എല്ലാ ഘട്ടങ്ങളും കഴിഞ്ഞു, അത് പാലം കടന്നു, ഇനി എന്താ അതേപ്പറ്റി ആലോചിക്കാൻ, ഇനി ആരാത് അന്വേഷിക്കാനുള്ളത് എന്നാണ് മുസ്ലിം ലോകം കഴിഞ്ഞ 12 നൂറ്റാണ്ടുകാലമായി സ്വീകരിച്ചു പോകുന്നത്. ഇവിടെ KM മൗലവി മുതൽ, വക്കം മൗലവി മുതൽ, PK മൂസ മൗലവി മുതൽ, ഉമർ മൗലവി മുതൽ, അമാനി മൗലവി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ പണ്ഡിതന്മാരും അവരൊക്കെ ഈ നയനിലപാടുകളെ ഇവിടെ പഠിപ്പിക്കുകയും സമൂഹത്തെ അത് ബോധവൽക്കരിക്കുകയും ചെയ്തവർ തന്നെയാണ് എന്ന കാര്യത്തിൽ ആർക്കും വ്യത്യാസമില്ല.